ഹരിശ്രീ അശോകൻ കൂടി ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ഹരിശ്രീ അശോകൻ, വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് നിമിഷം നമ്മളെ തേടിയെത്തുന്നത്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ വിയോഗം അത് ഒരു നികത്താനാവാത്ത നഷ്ടമെന്നൊന്നും പറഞ്ഞ് നമുക്ക് ഒതുക്കി കളയാൻ പോലും കഴിയില്ല. അയ്യോ, ഇപ്പതേ 24 എന്ന് വിളിച്ചപ്പോഴാണ് ഞാൻ അറിയണത് തന്നെ. ഞാൻ ഉടനെ എന്റെ അടുത്ത സുഹൃത്തിനെ വിളിച്ചപ്പോഴും പുള്ളി പറഞ്ഞു അങ്ങ് വിശ്വസിക്കാൻ പറ്റാത്തൊരു വാർത്തയായിപ്പോയി. കാരണം സുഖമില്ലാതിരിക്കുകയാണ്, അറിയാം എല്ലാവർക്കും. പക്ഷെ ഒരുപാട് പ്രാർത്ഥന ഉണ്ടായി തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. കാരണം അതുപോലൊരു ആർട്ടിസ്റ്റ് മലയാളത്തിൽ വളരെ കുറവാണ്. ഒരു നടൻ, പിന്നെ അതുപോലെ ഒരു കഥാകൃത്ത് അതിനേക്കാൾ ഉപരി നല്ല നല്ല സ്നേഹമുള്ള ഒരാളാണ് ശ്രീനേട്ടൻ. എല്ലാവരോടും പെരുമാറാനും ഒരു അല്പം ഒരു എന്തെങ്കിലും കിട്ടിയാൽ അതൊരു തമാശയിലൂടെ അവതരിപ്പിക്കാനും ഒക്കെ വളരെ കഴിവുള്ള അദ്ദേഹത്തിന്റെ തമാശകൾ എല്ലാം മനസ്സിൽ നിൽക്കുന്ന തമാശകളായിരുന്നു. വളരെ വളരെ സങ്കടം തോന്നുന്നുണ്ട് വിയോഗത്തില്. ഈ അവസാന കാലത്ത് അദ്ദേഹം എനിക്ക് സിനിമയിൽ സജീവമായിരുന്നില്ലെങ്കിലും പല ഇന്റർവ്യൂകളിലൊക്കെ അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹം അസുഖമൊക്കെ ഭേദപ്പെട്ട് വരികയാണെന്നൊരു തോന്നലും ഒരു ആശ്വാസമൊക്കെ ഉണ്ടായിരുന്നു. കണ്ടിരുന്നു ഈ അടുത്ത കാലത്ത് എപ്പോഴെങ്കിലും അദ്ദേഹത്തെ നേരിട്ട്? ഞാൻ കണ്ടത് പ്രൊമോഷന് വേണ്ടി, ഞങ്ങൾ അഭിനയിച്ചൊരു സിനിമ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ കണ്ടത്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ കണ്ടിട്ടില്ല, കുറെ ഗ്യാപ്പായി. പക്ഷെ ഞാൻ അറിയുന്നുണ്ട്, കാലിക്കറ്റുള്ള ഒരു നമ്മുടെ ഒരു കൂട്ടുകാരൻ ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് ഡയറക്ടറുണ്ട്. പുള്ളിയായിട്ട് എപ്പോഴും വിളിക്കാറുണ്ട്. അപ്പൊ ഞാൻ അധികം വിളിക്കാതെന്ന് വെച്ചാൽ സുഖമില്ലാതിരിക്കല്ലേ എന്ന് കരുതിയിട്ട് ഞാൻ കാര്യങ്ങൾ അറിയുന്നുണ്ടായിരുന്നു. അപ്പോ ഒരു ദിവസം വരുമ്പോ നമുക്ക് ഒരുമിച്ച് പോവാന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. ഈ അടുത്താണ് വിളിച്ചത് ശ്രീകൃഷ്ണൻ. ശ്രീനേട്ടൻ പോണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുന്നു. വിവരങ്ങൾ അറിയുന്നുണ്ട് എപ്പോഴും. ഓർക്കുമ്പോൾ നമ്മുടെ അദ്ദേഹത്തിന്റെ സിനിമകളെ പറ്റി, അദ്ദേഹം നൽകിയ സംഭാവനകളെ പറ്റിയൊക്കെ പറയാതെ പോകുന്നതും ഒരു അനീതിയാകും. അല്ല, നമ്മള് അദ്ദേഹത്തിനെ കുറിച്ചൊന്നല്ല, സിനിമയെ കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു സിനിമ കയറി വരും. കാരണം എപ്പോഴും മനസ്സിൽ പതിഞ്ഞിരിക്കുന്ന സിനിമകളാണ് അദ്ദേഹത്തിന്റെ. ഒരുപാട് സിനിമകൾ. അത് സിനിമ കഥയിൽ മാത്രമല്ല, അഭിനയത്തിൽ മാത്രമല്ല, അദ്ദേഹം തിരക്കഥയിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക ശൈലിയുണ്ട്. അത് അദ്ദേഹത്തിന് മാത്രമേ ഉള്ളൂ, ശ്രീനേട്ടന് മാത്രമേ ഉള്ളൂ. വേറെ ആർക്കും ഇല്ലാത്തൊരു പ്രത്യേക ശൈലി. അതിനൊന്നും മറികടക്കാൻ ഒരു തിരക്കഥാകൃത്തിനും പറ്റിയിട്ടില്ല ഇന്ന് വരെ. വളരെ രസകരമായിട്ടുള്ള രചനകളാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ. ഇനി അങ്ങനെ ഒരു സിനിമ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ, അതുപോലെ ഒരാൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല.